നമസ്കാരം. പാലക്കാട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോണത് നമ്മുടെ പാലക്കാടിലെ മലമ്പുഴ റൂട്ടിൽ ഉള്ള ഇല്ലം പ്രോജക്റ്റിലുള്ള നല്ലൊരു വീടിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോണത്. ഇന്ന് കാണാൻ വേണ്ടി പോണ വീട് ഈ വീടാണ്. അപ്പോൾ നമ്മളുടെ ഈ വീട്ടിലേക്ക് വരുന്ന വഴി ഇതാണ്. അത്യാവശ്യം നല്ല രീതിക്ക് വീതി കൂടിയ താരട്ട റോഡാണ് നമുക്കുള്ളത്. ഇത് വന്നിട്ട് ഒരു നല്ല രീതിക്കുള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല പ്രോജക്റ്റാണ്. ഇവിടെയാണ് നമ്മളുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നോക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് നല്ല രീതിക്കുള്ള ഹിൽ വ്യൂസ് ധാരാളം ഉണ്ട്. ഇത് കാണുമ്പോൾ ഒരു സ്വിറ്റ്സർലാൻഡ് ഇരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഇവിടെ വരും. അത്രയ്ക്ക് നല്ല രീതിക്കുള്ള ഹിൽ വ്യൂസും കാര്യങ്ങളും എല്ലതും ഉള്ളതാണ്. ഇവിടെ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. എല്ലാം വന്നിട്ട് ട്രഡീഷണൽ മോഡലിലുള്ള വീടുകളാണ് നമ്മളുടെ ഈ പ്രോജക്റ്റിൻ്റെ അകത്ത് ഉള്ളത്. ഇതിൽ നമ്മൾ പരിചയപ്പെടുന്ന വീട് ഈ വീടാണ്. ഈ വീട് വന്നിട്ട് മൊത്തം 8 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ 2500 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 4 ബെഡ്റൂം ഹാള് കിച്ചണായിട്ടുള്ള ഫുള്ളി ഫർണിഷ്ഡ് ഹൗസാണ്. ഈ വീട്ടിലേക്ക് 2 ഗേറ്റാണ് ഉള്ളത്. ഇവിടെ വന്നിട്ട് കയറി ചെല്ലാൻ പറ്റിയ രീതിക്കുള്ള ഇവിടെ ഒരു ഗേറ്റും വണ്ടി കയറാൻ പറ്റിയ രീതിക്കുള്ള വീതി കൂടിയ ഒരു ഗേറ്റ് ഈ പുറത്തും 2 ഗേറ്റാണ് ഉള്ളത്. അത്യാവശ്യം മഴ വെള്ളമൊക്കെ പോകുന്ന രീതിക്കുള്ള ഫ്രണ്ടേജ്, ധാരാളം വെള്ളം വരുന്ന രീതിക്കുള്ള ചാള് കാര്യങ്ങൾ എല്ലതും നല്ല രീതിക്ക് ഉള്ളതാണ്. എൻ്റെ വീട്ടിൻ്റെ ഈ ഭാഗത്ത് കയറി വന്ന വഴിക്ക് ഇവിടെ വന്നിട്ട് 2 വണ്ടിക്ക് നടത്തുന്നത്ര സ്ഥല സൗകര്യം ധാരാളം ഇവിടെ വന്നിട്ട് ഉണ്ട്. ഇവിടെ വന്നിട്ട് ഫുൾ ആൻഡ് ഫുൾ മലമ്പുഴ വാട്ടർ 24 മണിക്കൂറും കിട്ടുന്ന സ്ഥലമാണ് ഇതൊക്കെ. അതേപോലെ നല്ല രീതിക്കുള്ള ഓപ്പൺ വെല്ല് അപ്പുറത്ത് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിക്കുള്ള ഗാർഡനിങ് ഉണ്ട്. സമാധാനത്തിൽ താമസിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ബെറ്റർ പ്ലേസ് ആണ്. ഇതാണ് ഇവിടുത്തെ ഗാർഡനിങ് ഏരിയ. ഈ ചെടിയൊക്കെ കാണുമ്പോൾ നന്നായിട്ടുണ്ട്. അതേപോലെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഗാർഡനിങ് സ്പേസ് ധാരാളം ഉള്ളതാണ്. വർഷം ഫുള്ള് വെള്ളം കിട്ടുന്ന രീതിക്കുള്ള ഓപ്പൺ വെല്ല് ഇവിടെയുണ്ട്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. ഇവിടെ വന്ന വഴിക്ക് വീടിൻ്റെ ഈ ഭാഗത്തും അപ്പുറത്തുമായിട്ട് കുറേ പേർക്ക് ഇരിക്കുന്നത്ര സ്ഥല സൗകര്യം ധാരാളം ഉള്ളതാണ്. ഈ സിറ്റ് ഔട്ട് ഭാഗമൊക്കെ ഇവിടെ വന്നിട്ട് നല്ല രീതിക്കുള്ള ഗ്രാനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം ഇവിടെ വന്ന് ഇരുന്ന് ഹില്ലിയൊക്കെ കാണാൻ പറ്റിയ രീതിക്കുള്ള നല്ലൊരു സ്ഥലമാണ് നമ്മളുടെ ഈ സ്ഥലം. ഞങ്ങളുടെ വീട്ടിലുള്ള ജനൽ, വാതിൽ എല്ലാം വന്നിട്ട് ഫുൾ ആൻഡ് ഫുൾ തേക്ക് മരത്തിൽ പണിതാണ്. നമ്മുടെ വീട് ഫേസ് ചെയ്യുന്നത് വന്നിട്ട് നോർത്ത് ഫേസ് ആണ്. വാസ്തുപ്രകാരം നോക്കിയിട്ടാണ് നമ്മുടെ വീട് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഹാള്. അത്യാവശ്യം വീതി കൂടിയ നല്ലൊരു ഹാളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കാണുന്ന ഈ സോഫ സെറ്റ് കാര്യങ്ങളും എല്ലതും കൂടിയിട്ട് കാണുന്ന ഫർണിച്ചർ എല്ലതും കൂടിയിട്ട് ഒരുമിച്ച് കൊടുക്കുകയാണ്. ഇവിടെ നല്ല രീതിക്കുള്ള ഒരു TV ഒക്കെ ഇവിടെ ഉള്ളതാണ്. നല്ല വൃത്തിയിൽ ഡീസൻ്റ് ആയിട്ടുള്ള വീടാണ്. വീട് വലിയ പഴക്കമൊന്നുമില്ല. മൊത്തം വന്നിട്ട് ഒരു 5-6 വർഷങ്ങൾ പഴക്കമുണ്ട്. അധികം താമസിച്ചില്ല. ഈ വീട് ഇപ്പോൾ ഇരിക്കുന്ന ഈ ഓണർക്ക് ഞാൻ മേടിച്ചു കൊടുത്ത തന്നെയാണ്. അവർക്ക് ഇപ്പോൾ വിദേശത്ത് സെറ്റിൽ ആയതുകൊണ്ട് ഈ പ്രോപ്പർട്ടി അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നല്ല രീതിക്കുള്ള ഡൈനിങ് ടേബിൾ ഉണ്ട്. അതേപോലെ 6 ചെയറുകൾ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഉണ്ട്.
മൊത്തം വന്നിട്ട് 4 ബെഡ്റൂമുകളാണ് നമ്മുടെ വീട്ടിലുള്ളത്. താഴെ ഭാഗം 2 ബെഡ്റൂമും മുകൾ ഭാഗം 2 ബെഡ്റൂമും. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂമായിട്ട് നമുക്ക് ഈ ബെഡ്റൂം കാണാം. ഇതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. നിലവിലെ ഓണർ ബേസിക്കലി ഇവരൊന്ന് കോയമ്പത്തൂരാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ദിവസം വരും, 1-2 ദിവസം താമസിക്കും, അങ്ങനെ പോകും, അത്രയേ ഉള്ളൂ. ഫുൾ ടൈം ഒരു കോയമ്പത്തൂരിലാണ് ഉള്ളത്. എല്ലാവിടെയും വന്നിട്ട് കബോർഡ്സ് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ റൂംസിൻ്റെ കളറും കബോർഡ്സിൻ്റെ കളറും ഡിഫറെൻറ്റ് കളറാണ്. ഇവിടെയാണ് എൻ്റെ അറ്റാച്ച് ബാത്റൂമും ഉള്ളത്. അത്യാവശ്യം വീതി കൂടിയ ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമും. മൊത്തം 2500 സ്ക്വയർ ഫീറ്റാണ് ഉള്ളത്. അതേസമയത്ത് ഈ ബെഡ്റൂമിൽ നമുക്ക് AC ഒക്കെ ഉള്ളതാണ്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. നല്ല രീതിക്കുള്ള വലിയൊരു ബെഡ്റൂമാണ്. ഈ കാണുന്ന 2 ബെഡ്റൂമും കട്ടിലൊക്കെ ധാരാളം വെച്ചിട്ടുണ്ട്. മേലത്തെ റൂമിൽ കട്ടിലോ കാര്യങ്ങളോ ഇല്ല. ഇവിടെയാണ് എന്താണ് മര കാര്യങ്ങൾ എല്ലാം ഉള്ളത്. ഈ ബെഡ്റൂമിൻ്റെ ബാത്ത് അറ്റാച്ച് ഇവിടെയാണ്. ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ഒക്കെ വന്നിട്ട് 3 ഫേസ് ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് കിച്ചൺ വരുന്നത്. നല്ല രീതിക്കുള്ള ഒരു കിച്ചൺ ഏരിയയാണ്. അത്യാവശ്യം കബോർഡൊക്കെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ വെല്ലുണ്ട്, മലമ്പുഴ കണക്ഷനുണ്ട്, വെള്ളം ധാരാളം കിട്ടും. അതേപോലെ വർക്ക് ഏരിയ വരുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ ഒന്ന് നല്ല രീതിക്കുള്ളൊരു വാഷിംഗ് മെഷീൻ ഇവിടെ ഉണ്ട്. അതേപോലെ നല്ല രീതിക്കുള്ളൊരു ഫ്രിഡ്ജ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം പാത്രം കഴുകാൻ പറ്റിയ രീതിക്കുള്ള സ്ഥല സൗകര്യമൊക്കെ ധാരാളമുണ്ട്. ഇവിടുത്തെ ഓപ്പൺ പ്ലേസ് ആണ്. കൊതുകൊന്നും ഉള്ളിൽ കടക്കാതെ രീതിക്കാൻ വേണ്ടി കൊതു വളയൊക്കെ ധാരാളം വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒരു ഇരുമ്പ് ഡോർ കൊടുത്തിട്ടുണ്ട്. ഇത് തുറന്ന് നമുക്ക് ഇങ്ങോട്ട് പുറത്ത് വരാൻ പറ്റും. ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് നമുക്ക് സ്പേസ് ധാരാളമുണ്ട്. അതേപോലെ ആ ഭാഗത്തും നല്ല രീതിക്കുള്ള സ്പേസ് ധാരാളമുണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ കയറി മുകളിൽ റൂംസ് നേടിയിട്ടൊന്ന് കാണാം. ഇവിടെ മേലെ കയറി വരുമ്പോൾ തന്നെ ഇത്രയ്ക്ക് സ്പേസ് ധാരാളമുണ്ട്. ഈ 2 ഭാഗത്തും ഓരോ ബെഡ്റൂം വീതം 2 ബെഡ്റൂമാണ് മുകൾ ഭാഗത്തുള്ളത്. ഇത് വീടിൻ്റെ മേലത്തെ ഭാഗത്ത് ഒരു ബെഡ്റൂമാണ്. 3ാമത്തെ ബെഡ്റൂം. ഇത് അത്യാവശ്യം വീതി കൂടിയ നല്ലൊരു ബെഡ്റൂമാണ്. ഈ ഭാഗത്തേക്കൊക്കെ എൻ്റെ ഓണർമാർ വരലേ ഇല്ല. എപ്പോഴെങ്കിലും വരുന്ന ആൾക്കാരാണ്. നല്ല രീതിക്കുള്ള കബോർഡ്സൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ബാത്റൂം ഉള്ളത്. നമ്മളുടെ
നാലാമത്തെ ബെഡ്റൂം ഉള്ളത് ഇവിടെയാണ്. നല്ല രീതിക്ക് വീതി കൂടിയ വലിയൊരു ബെഡ്റൂം തന്നെയാണിത്. ഇവിടുത്തെ കബോർഡ്സൊക്കെ ബ്ലൂ കളറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ വന്നിട്ട് ബാത്ത് അറ്റാച്ച്ഡ് വന്നിട്ടില്ല. മൊത്തം 3 ബെഡ്റൂമിലും ബാത്റൂം ഉള്ളതാണ്. ഈ ബെഡ്റൂമിൽ ബാത്റൂം ഇല്ല. അപ്പോൾ ഇത് മേലത്തെ ഭാഗത്ത് ഡോറാണ്. ഇവിടെ മേലെ ഒരു ബാൽക്കണി ഉള്ളതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉമ്മർത്ത് നല്ല രീതിക്കുള്ള ആ വീടുകളൊക്കെ കാണാൻ സാധിക്കും. അതേപോലെ അവിടെ ഹിൽ വ്യൂ ഉള്ളത് ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഈ വീടിൻ്റെ ഉടമസ്ഥൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ സ്ഥലം വന്നിട്ട് നമ്മുടെ പാലക്കാടിലെ മലമ്പുഴ പോണ വഴി കൂടെ ശാസ്താനഗറിൻ്റെ പരിസരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രോജക്റ്റിൻ്റെ പേര് ഇല്ലം പ്രോജക്റ്റ് എന്ന് പറയുക. ഇത് വന്നിട്ട് 2 വഴിയാണ് ഉള്ളത്. നമ്മുടെ അകത്തേത്തര ഭാഗത്തുള്ള ശാസ്താനഗർ വഴി കൂടെയും ഇവിടേക്ക് വരാൻ പറ്റും. അത് കൂടാതെ നമുക്ക് മന്തക്കാട് എന്ന് പറയുന്ന സ്ഥലത്തുനിന്നും ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. അതായത് പാലക്കാട് ടൗണിൽ നിന്ന് ഇവിടേക്ക് ഏകദേശം ഒരു 5 മുതൽ 6 കിലോമീറ്റർ വ്യത്യാസമാണ് ഉള്ളത്. നല്ല രീതിക്കുള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല പ്രോജക്റ്റാണത്. ഈ ഭാഗം ഉള്ളത് ആൾക്കാർ എല്ലാവരും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്കുള്ള സീനറി കാര്യങ്ങൾ എല്ലാം ഉള്ള ഒരു വില്ല പ്രോജക്റ്റാണിത്. ഇതിൻ്റെ അകത്ത് തന്നെ നല്ല രീതിക്കുള്ള ഒരു കുളമുണ്ട്. അതുകൊണ്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാർ വേണ്ട സമയത്ത് പോയി കുളിക്കാൻ പറ്റിയ രീതിക്കുള്ള ഒരു കുളമാണ്. അതേപോലെ നല്ല രീതിക്കുള്ള ഒരു ഫംഗ്ഷനൊക്കെ നടത്തുന്നത്ര ചെറിയൊരു സ്റ്റേജും കാര്യങ്ങളെല്ലാം നന്നായിട്ടുള്ളതാണ്. ഈ ഭാഗത്ത് അധികം പൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കാമൺ ക്വൈറ്റായിട്ട് താമസിക്കാൻ പറ്റിയ രീതിയിലുള്ള സ്ഥലമാണ്. അത്യാവശ്യം എല്ലാ ഭാഗത്തും റോഡ് ഫുൾ ആൻഡ് ഫുൾ റോഡ് ഇട്ടിട്ടുള്ളത് കൊണ്ട് അവിടെ ചെയറൊക്കെ വെച്ചിട്ടുണ്ടാകും. അതേപോലെ നല്ല രീതിയിലുള്ള പഴവക മരങ്ങളൊക്കെ സൈഡിൽ കൂടെയൊക്കെ ഉണ്ടാകും. സോ ഇതെല്ലതും കൂടിയിട്ട് അവർക്ക് വരുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഈ വീട്ടിൽ മൊത്തം വന്നിട്ട് 8 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ 2500 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 4 ബെഡ്റൂം ഹാള് കിച്ചണിലെ വീടാണ് ഞാൻ വന്ന് പരിചയപ്പെട്ട വീട്. ഈ വീട് കൊടുക്കുന്നത് ഫുള്ളി ഫർണിഷ്ഡ് ആണ്. വരുന്നവർ ഡയറക്റ്റായിട്ട് വന്ന വഴിക്ക് അങ്ങനെ കയറി താമസിക്കുന്ന രീതിക്കുള്ള സെറ്റപ്പിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളുടെ ഈ വീടിൻ്റെ ഉടമസ്ഥൻ ഈ വീട്ടിലേക്ക് ഉദ്ദേശിക്കുന്ന റേറ്റ് 82 lakhs ആണ്. ഇനി നേരിട്ടൊന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ പ്രൈസ് ഒന്ന് ചെറിയൊരു നെഗോഷ്യബിളും കൂടി വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നമ്മളുടെ ഈ പ്രോപ്പർട്ടി എടുക്കുക എന്ന് വിചാരിക്കുന്ന വ്യക്തികൾ എന്നെ വിളിക്കുക. ഞാൻ ശിവദാസാണ്, പാലക്കാട് പ്രോപ്പർട്ടീസ്. നിങ്ങളുടെ ഇടപാടുകൾ ഏതുണ്ടെങ്കിലും വളരെ ക്ലിയറായിട്ട് ചെയ്തു തരുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള വിളിക്കുക. നന്ദി, നമസ്കാരം.